ഇപ്പോൾ ജെൻസിക്കിടയിലെ ഒരു മെയിൻ പ്രശ്നമായിട്ട് നമുക്കെല്ലാവർക്കും തോന്നുന്നത് ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ മാരി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ആപ്പുകളുണ്ട്, ഡാറ്റിംഗ് ആപ്പുകളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മാട്രിമോണിയൽസും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അതിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്താ നന്നായിട്ട് നടക്കുന്നില്ലേ? നമുക്ക് സംസാരിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് നിതിൻ AF. വെൽക്കം ടു ഷോ സർ. സർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ജെൻസിക്കിടയിലാണ് ഇപ്പോൾ മാരേജ് കൂടുതലായിട്ടും എല്ലാവരും നോക്കുന്നത്. അച്ഛനമ്മമാരായിരുന്നാലും നോക്കുന്നതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർ തന്നെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടുപിടിച്ച് കൊടുക്കാൻ നോക്കിയിട്ടോ ഇപ്പോഴത്തെ മാട്രിമോണി ആയിരുന്നാലും ഓരോ ആപ്പുകളായിരുന്നാലും ഒന്നും ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിനെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരിക്കും കാരണം? അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ്. കാരണം ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാരിറ്റൽ പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യങ്ങർ പീപ്പിൾക്ക് വേണ്ടുന്നതായിട്ടുള്ളൊരു പ്രോപ്പർ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഒരു സൈഡിലുള്ളത് ഡേറ്റിംഗ് ആപ്പുകളാണ്. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകൾ നമ്മുടെ നാട്ടിലറിയാം, മിക്കവാറും ഡേറ്റിംഗ് ആപ്പുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം മേറ്റിംഗ് സ്ട്രാറ്റജിക്ക് ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെക്ഷൽ റിലേഷൻഷിപ്പിന് ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡേറ്റിംഗ് ആപ്പുകൾ പൊതുവിൽ നമ്മുടെ നാട്ടിൽ വിലയിരുത്തുന്നില്ല. പിന്നെ ഉള്ളത് മാട്രിമോണിയൽ സൈറ്റുകളാണ്. മാട്രിമോണിയൽ സൈറ്റുകൾ യങ്ങർ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജെൻസിയിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് കൂടുതലും ഈ പറയുന്ന അറേഞ്ച്ഡ് മാരേജ് കോൺസെപ്റ്റിലാണെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ് അത്. ആക്ച്വലി പാരൻസ് ആണ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകളിലുള്ള ഫീച്ചേഴ്സ് വേണം താനും, അതേസമയം ലോങ് ടേം ആയിട്ടുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പിന് വില്ലിങ് ആയിട്ടുള്ള വാല്യൂഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു സംവിധാനം യങ്ങർ ജനറേഷന് അത്യാവശ്യമാണ്. അതൊരു കൊമേഴ്സ്യൽ ഐഡിയ കൂടെയാണ് ആക്ച്വലി, ഒരു എന്റർപ്രണറൽ ഐഡിയ ആണ് ആക്ച്വലി. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, ആ ഒരു ക്ലസ്റ്റർ ഓഫ് പീപ്പിളിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ലിമിറ്റേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ യങ്ങർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജെൻസിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ പണ്ടത്തെ പോലെ ഫേസ് ടു ഫേസ് ആയിട്ട് പ്രപ്പോസൽ ഇപ്പൊ ചെയ്യുന്നില്ല. പകരം ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പുകൾ വഴിയോ ആണ് പലപ്പോഴും ഈ പ്രപ്പോസൽസ് കൂടുതലും നടക്കുന്നത്. പക്ഷെ അതൊരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ബ്രോക്കർമാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിലായിരിക്കും മാരേജ് ഒക്കെ പോകുന്നത്. അതുപോലെ ആ പയ്യൻ കൊള്ളാം, അല്ലെങ്കിൽ ആ പെൺകുട്ടി കൊള്ളാം, അവരുടെ വീട്ടുകാർ കൊള്ളാം എന്ന് ഈ ഇടനിലക്കാരൻ വന്ന് പറയുന്നത് അനുസരിച്ചായിരിക്കും മാരേജ് പോകുന്നത്. അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതൊരു പെർഫെക്റ്റ് മാച്ചും ആയിരിക്കും. പലതും ഞാൻ പറയുന്നത് പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും പെർഫെക്റ്റ് മാച്ച് അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. എന്നിരുന്നാലും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പോകുന്ന കുറെ മാരേജ് ലൈഫാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അപ്പൊ ഒരു ഇടനിലക്കാരൻ ഇല്ലാതെയാണ് ഇപ്പോഴുള്ള ഈ ഒരു ഡേറ്റിംഗ് ആപ്പുകളായിരുന്നാലും അല്ലെങ്കിൽ മാട്രിമോണി സൈറ്റുകളായിരുന്നാലും ഡയറക്റ്റ് ഉള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫാമിലി ആയിട്ട് മിങ്കിളായിട്ട് പോലും അതിനൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മാരേജ് പ്രപ്പോസൽ പാതി വഴിയിൽ വെച്ച് വിട്ടുപോകുന്നതിൻ്റെയൊക്കെ റീസൺ എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ പണ്ടത്തെ പ്രപ്പോസൽ നോക്കുന്നത് ഇപ്പോഴത്തെ പ്രപ്പോസൽ നോക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുൻപത്തെ പ്രപ്പോസൽസിനകത്തുള്ള ഈ പറയുന്ന പ്രപ്പോസൽ നോക്കുന്ന ആൾക്കാർ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വോളണ്ടറിലി ആയിട്ട് വില്ലിങ്നെസ്സോട് കൂടെയാണ് ഈ മാരേജിനകത്തേക്ക് സമീപിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വോളണ്ടറി ആയിട്ടുള്ള വില്ലിങ്നെസ് ആ ഒരു എന്റർപ്രൈസസിനെ മാക്സിമം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും മാക്സിമം ഫസ്റ്റ് പ്രയോറിറ്റിയിലെ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ടൈമിൽ ആൾക്കാർ കൂടുതലും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിനും സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കൂടുതലായിട്ടുള്ള പ്രാധാന്യം, അതായത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എൻ്റെ പാർട്ട്ണർ എന്നോട് എത്രത്തോളമാണ് ഇടപെടുന്നു അല്ലെങ്കിൽ ആളുടെ റെസ്പോൺസിബിലിറ്റിയെ ഞാൻ ചോദിച്ചു വാങ്ങുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും
മാച്ചിങ്ങുകൾ നോക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു എന്റർപ്രൈസസിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ലൈഫിന്റെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബെഡ് റോക്ക് ആണ് ആക്ച്വലി മാരേജ്, ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു വില്ലിങ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം മാരേജസ് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന ഡിവോഴ്സിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പണ്ടത്തെ പോലെ ഈ ബ്രോക്കർമാരുടെ ആ ഒരു സംവിധാനം ഒന്നും ഇന്നത്തെ യങ്ങർ ജനറേഷൻസ് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളൊരാളെ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ ആളോട് ഓണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ഇപ്പോൾ ഈ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളൊക്കെ വന്നതിന് ശേഷം ഈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് വളരെ കുറവാണ്. ഈവൻ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിരുന്നാൽ പോലും അവർ കൂടുതലും സംസാരിക്കുന്നത് രണ്ട് സ്ഥലത്തിരുന്നുകൊണ്ടോ കൂടുതലും ചാറ്റിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ചാറ്റിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ല വരുന്നത്. ഒരു ഫ്രെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചർഡ് ആയിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പലരും അതിനകത്ത് കണ്ടന്റ് മറുസൈഡിലേക്ക് അയക്കുന്നത്. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാളുടെ ഒരു റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ആള് എന്താണെന്നുള്ളത് മറുസൈഡിൽ നിന്നിരിക്കുന്ന ആളിന് മനസ്സിലാക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോങ്ങർ ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, കോൺവെർസേഷൻസ് മാരേജിന് മുന്നേ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഈ ഒരു കോൺവെർസേഷനിൽ ഇപ്പൊ പറയുന്ന പെൺകുട്ടികൾ അവർ ഒരു 10 കാര്യങ്ങളായിരിക്കും ചിന്തിച്ചിട്ട് വരുന്നത്. ഈ 10 കാര്യങ്ങൾ ടിക്ക് ചെയ്തു പോകും. ഇപ്പൊ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്തായിരുന്നാലും, ഇപ്പൊ ഡേറ്റിംഗ് ചെയ്യുന്ന സമയത്തായിരുന്നാലും, എന്നോട് പെരുമാറുന്ന ആള് ഇത്ര കാര്യങ്ങളിൽ ഓക്കെ ആയിരിക്കണം. അപ്പൊ അവർക്ക് എല്ലാം ഇപ്പോ എന്താ പറയാ, ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ വിഴുങ്ങാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന കുട്ടികളാണ് കൂടുതൽ നമ്മുടെ ഇടയിലുള്ളത്. കാരണം പാരന്റ്സ് അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. കാരണം ഇപ്പൊ അവർക്കുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. മൊബൈലുണ്ട്, TV ഉണ്ട്, എല്ലാം. ഒരു 90s കിഡ്സ് അല്ലെങ്കിൽ ഒരു 80s കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അവർ ആ ഇല്ലായ്മ നിന്ന് വന്നത് കൊണ്ട് തന്നെ സ്ട്രഗിൾ അറിഞ്ഞു വന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു സ്ട്രഗിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരൊരു പാറ്റേണിലായിരിക്കും ചെല്ലുന്നതും മീറ്റ് ചെയ്യുന്നതും. അപ്പൊ രണ്ടുപേർക്കും കാണും ഒരു 10 കാര്യങ്ങൾ, ഒരു ഫാന്റസി ആയിട്ട്. അപ്പൊ ഇതില്ല, ഇത് മാച്ച് ഇല്ല, ഇങ്ങനെ വന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവിടെ വെച്ച് ബ്രേക്കായി പോകുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശരി തന്നെയായിരിക്കും. തീർച്ചയായും. പ്രത്യേകിച്ച് നമ്മൾ ഇന്റർനാഷണലി ക്രോസ് കൾച്ചറൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റിജക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പല പഠനങ്ങളിലും കാണുന്നത് ഫീമെയിൽസ് 85% റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് 100 ആൺകുട്ടികളെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ 85 പേരെയും അവർ റിജക്ട് ചെയ്യും. 15 പേരെ മാത്രമേ അവർക്ക് അവരുടേതായിട്ടുള്ള ക്രൈറ്റീരിയയിൽ മാച്ച് ആയിട്ട് വരുള്ളൂ. അതേസമയം ഒരു ആൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ അടുത്തേക്ക് 100 പെൺകുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ 50 പേരെയും അവർ സെലക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റിജക്ഷൻ റേറ്റ് ഫീമെയിലിൽ വളരെ ഹയർ ആണ്. അപ്പൊ സാധാരണ ഫീമെയിൽസിനോടാണെങ്കിലും മെയിൽസിനോടാണെങ്കിലും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ നോക്കുന്ന പ്രപ്പോസലുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രപ്പോസൽ വെച്ച് കുറേ നാളിങ്ങനെ നീണ്ടുപോവുക, വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒന്ന് വന്നു, എനിക്ക് മാച്ച് ആയിട്ടുള്ളത് വന്നില്ല, അപ്പൊ ഈ പറഞ്ഞ പോലെ 10 ക്രൈറ്റീരിയയിൽ 10 മീറ്റ് ചെയ്തില്ല, അങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല. നമ്മൾ കൂടുതൽ നമ്പർ നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച്, ഇപ്പൊ ഈ 10 മീറ്റ് ചെയ്തില്ലെങ്കിൽ ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള സിനാരിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോസിറ്റിവിറ്റി മൊത്തം കിട്ടണം. ഇവർക്കൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് ബ്രേക്ക് ആവുകയാണ്. അതായത് കൂടെയുള്ള പാർട്ട്ണറിനെ ഇപ്പം നമുക്ക് 10ൽ 10 പൊരുത്തമായിട്ട് കിട്ടണം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 10ൽ 6 പൊരുത്തം ഉണ്ടെങ്കിലും, അതായത് ബാക്കി മൊത്തം എല്ലാവർക്കും ഒരു 2 സൈഡ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ചിന്തിക്കുന്നില്ല
പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവര് ഓൾറെഡി മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 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 പെർഫെക്റ്റ് മാച്ച് ഉണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വിദ്യാഭ്യാസപരമായി അവർ കുറച്ചുകൂടി ഇപ്പോൾ മുന്നോട്ട് വന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ലേഡീസ് തന്നെ എല്ലാവരും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നമുക്കിടയിലുള്ളത്. അപ്പൊ അതൊരു പ്രശ്നമായി വന്നിട്ടുണ്ടോ ഈ ഒരു പെർഫെക്റ്റ് മാച്ച്? തീർച്ചയായും. ഇപ്പോൾ ഒരു ആവറേജ് എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വളരെ കൂടുതലും പെൺകുട്ടികളാണ്. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 70-80 പല ക്ലാസ്സുകളിൽ 90-95% പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു ആവറേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി നോക്കുമ്പോൾ അവർക്ക് മാച്ചായിട്ട് വരുന്ന ആൺകുട്ടികളൊക്കെ തന്നെ ഒന്നുകിൽ +2 അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്, ഈ ലെവലിലുള്ള ആൺകുട്ടികളെ അവർക്ക് കിട്ടുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ക്രൈസിസ് ആണ് ആക്ച്വലി. ഇപ്പോൾ പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഇപ്പോൾ ജനറലി യൂണിവേഴ്സലി ക്രോസ് കൾച്ചറലി ഫീമെയിൽസ് ഒക്കെ അവരെക്കാളും ഹൈറ്റ് കൂടിയ, ഏജ് കൂടിയ, സോഷ്യോ എക്കണോമിക്കലി ഹയർ ആയിട്ടുള്ള, എഡ്യൂക്കേഷൻ കൂടിയ മെയിൽസിനെയാണ് അവർ ലൈഫ് പാർട്ണറായിട്ട് വരാൻ വേണ്ടിയിട്ട് ജനറലി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് തക്കതായിട്ടുള്ള മാച്ചിങ് ഇല്ല. ഇപ്പൊ MBBS പഠിച്ച കുട്ടികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 മാച്ചസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം 50-ഉം പെൺകുട്ടികളുടെ എണ്ണം 50-ഉം ആണെങ്കിൽ 50 ഡോക്ടേഴ്സിനും 50 ഡോക്ടേഴ്സിനെ കല്യാണം കഴിക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല. 80 പെൺകുട്ടികളും ഡോക്ടേഴ്സും 20 ആൺകുട്ടികളുമാണ് ഡോക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പം ബാക്കി വരുന്ന എക്സസ് വരുന്ന പെൺകുട്ടികളൊക്കെ തന്നെ ഡോക്ടേഴ്സ് അല്ലാത്തവരെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം വരും. അത് പ്രത്യേകിച്ച് ഇന്ത്യ പോലെ അല്ലെങ്കിൽ കേരളം പോലെ സോഷ്യൽ സ്റ്റാറ്റസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് അതൊരു വലിയൊരു ക്രൈസിസ് ആണ്. അപ്പോൾ അത് നമ്മുടെ വളരെ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ക്രൈസിസ് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹയർ പ്രയോറിറ്റിയിൽ ഇപ്പോൾ 10 കാര്യങ്ങളാണ്, കണ്ടീഷൻസ് ആണ്, ക്രൈറ്റീരിയ ആണ്, പ്രിഫറൻസ് ആണ് നമ്മുടെ സ്പൗസിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒന്നാമത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട എന്താണ്, രണ്ടാമത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട എന്താണ്, 10-ാമതും 9-ാമതും എലിമിനേറ്റ് ചെയ്യേണ്ട എന്താണെന്നുള്ളത് നേരത്തെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല 10-നും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾ മുന്നോട്ട് പോവുകയും നമ്മുടെ ഫെർട്ടിലിറ്റി ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു പോവുകയും പിന്നീട് ഏതെങ്കിലും ഒരു പ്രിഫറൻസും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മാരിറ്റൽ ലൈഫിനകത്തേക്ക് പോവേണ്ടതായിട്ട് വരും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 ക്രൈറ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മൊത്തത്തിൽ പ്രാധാന്യം കൊടുക്കാതെ അല്ലെ, നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ ഏതാണോ, നമുക്ക് ആവശ്യം എന്താണോ, നമ്മുടെ ലൈഫ് പാർട്ണർ നമ്മുടെ കൂടെ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് വേണം ആദ്യം നോക്കാൻ. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു പാർട്ട്ണറിനെ എപ്പോഴും എല്ലാവരും എന്താ പറയുക പൊന്നുപോലെ സ്വീകരിക്കുക എന്ന് തന്നെയാണ് എനിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എനിവേ നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു സർ.